നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ബാലേന്ദ്രൻ ഗോവർദ്ധനോട് ചോദിച്ചു, അല്ല ടോട്ടൽ ബില്ലൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേന്ന് ചോദിക്കാം. അല്ല അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ബാലേട്ടാന്ന് പറയണം. അതൊന്ന് എടുത്തു വെക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് വൈജയെ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛൻ കാണുന്നില്ലേന്ന് ചോദിക്കുക. അമ്മേ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നാ പോയി കണ്ടിട്ട് വച്ചാന്ന് പറയണം. അങ്ങനെ ബാലേന്ദ്രൻ നേരെ വൈജയുടെ മുറിയിലേക്ക് ചെന്നു. ആ സമയത്ത് വൈജ ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കി. പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ ആ കസേരയിൽ ഇരിക്കുകയാണ്. എന്തു പറയാനായിട്ട്? എനിക്കൊന്നും പറയാനില്ല. അല്ല ഇവിടുത്തെ ചികിത്സ ആശുപത്രിക്കാരുടെ ചികിത്സാപ്പിഴവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി ഇപ്പം നേഴ്സുമാരുടെ അനാസ്ഥയെക്കുറിച്ചോ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചോ ഒക്കെ എല്ലാം ബഹു കേമോ അല്ലേന്ന് ചോദിച്ചു. ഇതേ ബഹു കേമം എന്നുള്ള ആ വലിയ കട്ടിയുള്ള വാക്കൊന്നും പറയരുത്. താടിയെല്ലാം ഒന്നും ശരിയായിട്ടില്ല, പല്ലൊക്കെ ചിലപ്പോൾ ചാടിപ്പോന്ന് പറയണം. അത് കേട്ടപ്പം വൈജി ഒന്ന് നോക്കി. എനിക്കിനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് വരാനായിട്ടാന്ന് ചോദിക്കട. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, നിനക്ക് അതിനൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയണം. പിന്നെ വന്നിട്ടില്ല പോലും. ഇതൊക്കെ നിസ്സാരമായിട്ടാണ് ഞാൻ ഇനിയൊക്കെ കണക്കാക്കുന്നതെന്ന് വൈജി പറയണം. അല്ലെങ്കിലേ എനിക്കറിയാം നിനക്കിതൊക്കെ നിസ്സാരമായിരിക്കുമെന്ന്. നീ വലിയ ആളല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജ പറഞ്ഞു, അതെ ഞാനിങ്ങനെ കിടന്നാലുവേ എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ബാലേന്ദ്ര എന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വൈജ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ല എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ തിരിഞ്ഞു വന്നു. അധികം വൈകാതെ നിങ്ങൾക്കൊരു ഡിവോഴ്സ് നോട്ടീസ് കിട്ടും. ഞാൻ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡിവോഴ്സ് വേണം. ഓ ഡിവോഴ്സ് മേടിച്ചിട്ട് നീ എന്ത് ചെയ്യും? ഡിവോഴ്സ് മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നോ? എന്താ ചെയ്യാൻ പാടില്ലാത്ത? ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കും. എൻ്റെ മക്കളെ വിളിച്ചോണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകും. മക്കളെ വിളിച്ചോണ്ട് പോകുന്നു? നിനക്ക് എത്ര മക്കളുണ്ട് അതിന് എന്നൊരു ഒറ്റ അടിയായിരുന്നു ബാലേന്ദ്രൻ്റെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, ഇതെന്താ ബാലേന്ദ്രൻ എങ്ങനെ ചോദിക്കുന്നേ? അല്ല നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്ന്. അത് ബാലേന്ദ്രൻ അറിയാൻ പാടില്ല എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ 3 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. അല്ല കല്യാണത്തിന് ശേഷമുള്ളത് എനിക്കറിയാം, ഇനി കല്യാണത്തിന് മുമ്പോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം വൈജയന്തി ചോദിച്ചു, നിങ്ങൾ എന്ത് വർത്താനാ ബാലേന്ദ്രൻ എന്നോട് ചോദിക്കുന്നേ? അതൊക്കെ നിങ്ങൾക്കല്ലേ കല്യാണത്തിന് മുമ്പുള്ള ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ. കല്യാണത്തിന് മുമ്പ് നിങ്ങളല്ലേ ഒരു മോളെ ഉണ്ടാക്കിയെന്ന് ചോദിക്കണം. ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല ഞാനങ്ങോട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോവാം, നമുക്ക് ടാലി ആക്കാലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വൈജ പറഞ്ഞു, പിന്നെ എനിക്ക് അത്ര സ്വഭാവമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ വായിന്ന് അങ്ങനെ കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയൊന്നും കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ ഞാൻ ചോദിച്ചത്, പിന്നെ ഞാൻ വെറുതെ അങ്ങോട്ട് ചോദിച്ചോളൂ. അപ്പോഴേക്കും വൈജ പറഞ്ഞു, വക്കീൽ നോട്ടീസ് കിട്ടിക്കഴിയുമ്പോൾ അത് സൈൻ ചെയ്യാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണമെന്ന് പറയണം. നോക്കട്ടെ, ഈ ഇടയായിട്ട് ഇത്തിരി മര്യാദ കുറവാ, എന്നാലും ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബബിതയെ രോഹിത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് രാജീവനും അതുപോലെ തന്നെ ശിവശങ്കരനും കൂടെ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബബിതയോട് രോഹിത്തിനോട് പറഞ്ഞു ഇറങ്ങാൻ പറയണം. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അച്ഛനോട് പോയി സംസാരിക്കുക എന്നിട്ട് ഇറങ്ങാമെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് വന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീനയാണ് വന്ന് കഥ തുറക്കണേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീനെ ഒന്ന് നോക്കി. ആ സമയം രാജുവും പറഞ്ഞു, ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല. ബാലേന്ദ്രൻ ഇല്ലേന്ന് ചോദിക്കുക. അച്ഛനും കൃഷ്ണമോളും കൂടെ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഞങ്ങളെ ബബിതയെ രോഹിത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന ഞാനാണല്ലോ അവരെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയത്. അത് കേട്ടപ്പം അലീന പറഞ്ഞു, അതിനെന്താ, ഇത് അവരുടെ വീടല്ലേ. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴവർ വന്നാലും അവരെ അകത്തേക്ക് കയറ്റണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം രാജീവിന് ബബിതയെ രോഹിത്തിനെയും കൂടെ വിളിക്കണം, കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, അവരുടെ പെട്ടിയും ബാഗും ഒക്കെ തൂക്കിക്കൊണ്ട് അകത്തേക്ക് കയറി വന്നു. അലീനയെന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് കയറി പോവാണ്. ആ സമയം രാജീവിന് ശിവശങ്കരനും അവിടെ നിൽക്കുമോ ഹാളിൽ. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടിരാന്ന് പറയണേ. വേണ്ട, നീ എന്തെങ്കിലും ജോലിയിലായിരുന്നു എന്ന് ചോദിക്കണം. ജോലിയിലായിരുന്നു, എങ്കിൽ നീ പോയി ജോലി ചെയ്തോ, ഞങ്ങൾ ബാലേന്ദ്രൻ വരുന്നോളം വരെ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അല്ല എന്തെങ്കിലും കുടിക്കാൻ വേണമെങ്കിൽ വേണ്ട, നീ ഇങ്ങനെ ചോദിച്ചല്ലോ, അത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഞങ്ങൾ നിന്നോട് ചെയ്തൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ചോദിച്ച് കഴിയുമ്പം അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ അങ്ങനെയൊക്കെ പെരുമാറിയതിൻ്റെ പേരിൽ നീ ഞങ്ങളോട് ദേഷ്യം കാണിക്കേണ്ടല്ലേ, അതുപോലും കാണിച്ചില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ കടപ്പാട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു പറയണം. നിങ്ങൾ ആരെ എന്താണെന്നൊക്കെ എനിക്കറിയാം.
അന്നൊന്നും നിങ്ങളെ ഞാൻ ആ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ. എന്താ? ചിലപ്പം വൈജയന്തി ഡിവോഴ്സുമായിട്ട് ഇറങ്ങി തിരിച്ചു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന വെച്ച് മാറി നിൽക്കാനോ? അതെ, മാറി നിൽക്കണം. അവർ തമ്മിലുള്ള ബന്ധം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാ നീ ഇവിടെ ഉണ്ടെങ്കിൽ വൈജി ഇങ്ങോട്ടേക്ക് വരില്ല എന്നും പറഞ്ഞു ഇരിക്കുന്നേ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മാറുന്നതിനൊന്നും കുഴപ്പമില്ല, ഞാൻ മാറിക്കോളാം, പക്ഷെ എൻ്റെ അച്ഛൻ പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ പറയുവാണെങ്കിൽ ഞാൻ എങ്ങോട്ട് വേണം പോയിക്കോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, അത് നിന്റെ സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ. പിന്നെ എന്താന്ന് ചോദിച്ചു. സ്വന്തം അച്ഛനല്ല, പക്ഷേങ്കിൽ ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹം തന്ന എനിക്ക് എൻ്റെ അച്ഛനാണ്. എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തരുന്നേക്കാളും കൂടുതൽ സ്നേഹം തന്നെ. അപ്പം അങ്ങനെയുള്ള ആ മനുഷ്യനെ ഞാൻ ഒരിക്കലും ധിക്കരിച്ചു കൂടാന്ന് പറഞ്ഞു. അച്ഛൻ പറയുന്നത് ഞാൻ അനുസരിക്കുള്ളൂ. ഇത് കേട്ടപ്പം ശിവശങ്കരൻ പറഞ്ഞു, നിന്റെ പെറ്റമ്മയ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഓർമ്മ വേണം. എനിക്കറിയാം, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനോടൊപ്പം ഇവിടെ നിന്നേ മതിയാവുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവൻ പറഞ്ഞു, അതുപോലെ മോളെ, നീ ഒരു കാര്യം വിചാരിക്കണം. ദേ, നിന്നെ വെച്ച് ബാലേന്ദ്രൻ കളിക്കുവാണ്. കണ്ടില്ലേ, ഇപ്പം തന്നെ കണ്ടില്ലേ, എലിയെ കളിപ്പിക്കുന്ന പോലെ ആ ഒരു കളിപ്പീരാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ വെച്ച് ബാലേന്ദ്രൻ അങ്ങനെയാണ് കളിപ്പിക്കുന്നത്. വൈജയ് കണ്ടോ, ശരിക്കും ഇട്ട് കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, നിങ്ങളിങ്ങനെയൊക്കെ അച്ഛനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അച്ഛൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? അച്ഛൻ്റെ കാര്യമൊന്ന് ഓർത്തു വയ്ക്കേ. അച്ഛൻ്റെ ഏക പിടിവള്ളി എന്ന് പറഞ്ഞാൽ ഞാനാണ്. പക്ഷേങ്കിൽ അമ്മയ്ക്ക് പല ഓപ്ഷനും ഉണ്ട്. അമ്മയ്ക്ക് വേണമെങ്കിൽ അച്ഛനോട് ഇത്തിരി സ്നേഹം കാണിക്കാം. താൻ 10-23 വർഷം മുമ്പ് ചെയ്തൊരു ചതി, അല്ലെങ്കിൽ താനൊന്ന് പ്രസവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ മനുഷ്യനെ ചതിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഒന്ന് അച്ഛനോട് സ്നേഹം കാണിച്ച് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അഹങ്കാരമൊക്കെ എടുത്ത് കളയാം. പക്ഷെ അതൊക്കെ അമ്മ ചെയ്യുന്നുണ്ടോ? അമ്മയ്ക്ക് കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. നിങ്ങളാരും അത് ചിന്തിക്കുന്നില്ല എന്ന് പറയണ. നിങ്ങളുടെ പെങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇതെല്ലാം കേട്ട് ഇനിയിപ്പോൾ രാജീവൻ പറഞ്ഞു, ഇത് വലിയ പ്രശ്നമായല്ലോ ശിവേട്ട, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കണം. ഈ കുരുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അഴിക്കാൻ നോക്കി കഴിയുമ്പോഴത്തേനും അത് കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലീന പറഞ്ഞു, അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ അച്ഛൻ പറയുന്ന അല്ലാതെ മറ്റാരും പറയുന്ന അനുസരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, അച്ഛൻ്റെ മനസ്സൊന്ന് തണുപ്പിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അച്ഛൻ്റെ അടുത്ത് നല്ല അനുസരണയോടും ബഹുമാനത്തോടും കൂടിയിട്ട് പെരുമാറിയാൽ മതി. പതുക്കെ അച്ഛൻ്റെ മനസ്സ് മാറും. അതൊന്ന് പെങ്ങളെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിലെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ബാലേന്ദ്രൻ്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് അലീന പറഞ്ഞു, അതെ, അച്ഛൻ വന്നെന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ കാറിനകത്തുനിന്ന് ഇറങ്ങിയ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു, അല്ല, ഇത് കൊല്ലപ്പള്ളിയിലെ കാറിലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, അതേന്ന് പറയണ. അലീന ചേച്ചിയെ കാണാൻ വന്നായിരിക്കുമോ എന്ന് ചോദിച്ചു. ഓ, അവരിപ്പോൾ സ്വന്തക്കാരല്ലേന്ന് ചോദിച്ചു. ഞാനല്ലേ അന്യനെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് ചോദിച്ചു, ശരിയാണോ അച്ഛാ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഞാൻ കഴിഞ്ഞിട്ടോ അവൾ കാര്യമുള്ളെന്ന് പറയണ. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അല്ല, ആരാ മോളെ വന്നേന്ന് ചോദിച്ചു. കൊല്ലപ്പള്ളിയിൽ നിന്ന് രാജീവങ്ങളും ശിവനങ്ങളും. അത് മാത്രമല്ല, ബബിതയും രോഹിതും വന്നിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് അവർ വന്നു എന്ന് ചോദിച്ചു. വന്നു, മുറിയിലുണ്ടെന്ന് പറയണ. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി വന്നു. പിന്നീട് കൃഷ്ണമോളും അലീനയും കൂടെ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, എന്ത് പറ്റി രണ്ടുപേരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നേ? അത് പിന്നെ ബബിതയും രോഹിത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വന്ന, അവരെ ഇവിടെ കൊണ്ടുവന്ന് വിടാനായിട്ട് വന്നാന്ന് പറയാം. ഓ, അവരിത്ര പെട്ടെന്ന് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണ. പിന്നെ നിങ്ങൾ വന്ന സ്ഥിതിക്ക് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവൻ ചോദിച്ചു, എന്ത് കാര്യമാണ്? അല്ല, ഇന്ന് വരെ ഈ ഹോസ്പിറ്റലിൽ ചിലവായ ബില്ലിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊന്നും നിങ്ങളെ ബോധിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ബില്ലങ്ങ് എടുത്തു. അതങ്ങോട്ട് ശിവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് വായിച്ചു നോക്ക്, 8,00,000 രൂപ എങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പോഴേക്കും ശിവൻ പറഞ്ഞു, അതിന് ഞങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നീ നിന്റെ ഭാര്യയെ ചികിത്സിച്ച കണക്ക് ഞങ്ങളെ എന്തിനാടാ ബോധിപ്പിക്കുന്നേ? ഭാര്യയെ ചികിത്സിച്ച കണക്ക് അത് പക്ഷേ നിങ്ങൾ എനിക്ക് റീഫണ്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. റീഫണ്ട് ചെയ്ത് തരാനോ? നീ എന്ത് അസംബന്ധോ ബാലേന്ദ്ര പറയണമെന്ന് രാജീവൻ ചോദിച്ചു. അസംബന്ധോ? ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞേ. അവളെൻ്റെ ഭാര്യയായിട്ടല്ല പോയെന്ന് പറയണ. ഭാര്യയായിട്ടല്ലെന്നോ? രാത്രി 1:30 മണി സമയത്ത് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. എന്നെയും വേണ്ട, ഈ കുടുംബവും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവളാ. അപ്പം പിന്നെ അവളുടെ ചികിത്സാ ചെലവ് ഞാൻ വഹിക്കേണ്ട കാര്യമില്ലോ. അത് മാത്രമല്ല, കടപ്പാട്ടൂരും കൊല്ലപ്പള്ളിയും തമ്മിൽ എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? 11 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി 7 കിലോമീറ്ററിന് ശേഷം അവൾക്ക് അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത്
കൊല്ലപ്പള്ളിയുടെ പരിധി വന്നതിന് ശേഷം മാത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സർക്കിളിൽ വെച്ചല്ലേ അപകടം നടന്നിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുന്നതിന് തുല്യമല്ലേ, അപ്പം നിങ്ങൾ വേണം ക്യാഷ് തരാമെന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ രാജീവും പറഞ്ഞു, ഇതൊക്കെ ഒരിടത്തും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണല്ലോ. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണേ, അതുകൊണ്ട് ഇത് തന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ശിവൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ബാലേന്ദ്ര പറയണേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യുക, 500 രൂപയുടെ മുദ്രപത്രത്തിലെ നിങ്ങളുടെ പെങ്ങളെ കൊണ്ട് നിങ്ങൾ എഴുതിച്ചു വാങ്ങിക്കുക. രാത്രി ഒരു 1:30-2 മണി സമയത്തിൽ ഞാൻ അവിടെ നിന്ന് കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ അഹങ്കാരം ഇതെല്ലാം കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. ഒടുവിൽ എൻ്റെ ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ എൻ്റെ ഭർത്താവായ ബാലേന്ദ്രനാണ് കൊടുത്തത്. ഞാൻ കൊല്ലപ്പള്ളി വീട്ടിൽ തിരികെ എത്തിക്കഴിഞ്ഞ ഉടനെ ആ പൈസ ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്ന അങ്ങനെ ഒരു എഗ്രിമെൻ്റ് എങ്കിൽ എഴുതാ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജീവൻ പറഞ്ഞു, അതെന്താണല്ലോ അവൾ എഴുത്തരില്ലെന്ന് അറിയാൻ പാടില്ലേ. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഈ പറയുന്ന വൈജയന്തി അനുസരണയോട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എനിക്കെൻ്റെ പൈസ തന്നേ മതിയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഈ കുറേ ദിവസങ്ങളായിട്ടേ എൻ്റെ പെങ്ങന്മാരാണ് അവിടെ ഹോസ്പിറ്റലിൽ വന്ന് നിന്നേ. ഒരു ദിവസം 2000 വെച്ച് കണക്കാക്കുവാണെങ്കിൽ 19,000 രൂപ അത് വേണം. അത് അവർക്ക് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ കൂലി ഞാൻ കൂട്ടുന്നില്ല, പോക്കും ചിലവും വരം കണക്കൊന്നും ഞാൻ കൂട്ടുന്നില്ല. തൽക്കാലത്തേക്ക് അവരുടെ പൈസയും കൂടെ കൊടുക്കണം, അതും കൂടെ കൂട്ടിയുള്ള ക്യാഷ് തരണമെന്ന് പറഞ്ഞു. പിന്നെ വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് അവൾ കൊല്ലപ്പള്ളി വീട്ടിലേക്കാണ് വരുന്നെങ്കിൽ എനിക്ക് ഈ പൈസ തന്നേ മതിയാവുള്ളൂ. അല്ലാതെ അവൾ ഈ വീട്ടിലേക്ക് വരുന്നെങ്കിൽ ഞാൻ ആ പൈസ തിരിച്ച് റീഫണ്ട് ചെയ്ത് തന്നേക്കാം. എൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ എനിക്ക് ആ പൈസയുടെ ആവശ്യമില്ല. പക്ഷേങ്കിൽ നിങ്ങളുടെ പെങ്ങളായിട്ട് അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ എനിക്ക് ആ പൈസ കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയണം. അല്ലെങ്കിൽ ശത്രുവിന് ഞാൻ എന്തിനാ ഇത്രയും രൂപ ചിലവാക്കണ്ടേ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത് വേണേൽ നിങ്ങൾ ചിലവായിക്കോണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക രാജീവന്. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, ദേ ബാലേന്ദ്ര, നമ്മൾ തമ്മിൽ ഇങ്ങനൊരു കണക്കിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോന്നോ? കണക്കുകളൊക്കെ ഞാൻ നോക്കാറില്ലായിരുന്നു ശിവേട്ട, പക്ഷെ ഇപ്പം നോക്കിയേ മതിയാവുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ നിങ്ങളുടെ പെങ്ങളെ ആലോചിക്കുന്ന സമയത്ത് അറിയാലോ, നിങ്ങളെക്കാളും ഒരുപാട് ഉയർത്തി നിന്നിട്ടാണ് ഞാൻ പെങ്ങളെ ചോദിച്ചത് നിങ്ങളുടെ, അല്ലാതെ വെറുതെ അല്ല വന്ന് ചോദിച്ചത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഒന്നുമല്ലേലും കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചൊരു പെങ്ങളെ എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടിയതല്ലേ, അപ്പം നിങ്ങൾ ഇത്രയെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അടിയേറ്റ പോലെ നിൽക്കുവാണ് രണ്ടുപേരും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.